ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കോവയ്ക്കായിട്ട് എന്താണ് പരിപാടി എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ഞാൻ കോവയ്ക്ക കൊണ്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാനാണ് പോകുന്നത്. കോവയ്ക്ക കൊണ്ട് അച്ചാർ എന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഡൗട്ട് തുടക്കത്തിൽ തന്നെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. ഇത് നല്ല നീണ്ട ടൈപ്പ് കോവയ്ക്കയാണ്. ഇത് നിറച്ചുണ്ട് എൻ്റെ കയ്യിൽ. ഇതിലൊരു 10-15 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരം ഒരു കറിക്കായി, തോരനൊക്കെ വെക്കാനൊക്കെ ആണെങ്കിലും കറിക്കായി. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ കഴിച്ചൊരു അച്ചാറാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് റെസിപ്പി ചോദിച്ചു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കോവയ്ക്ക നമ്മൾ സാധാരണ മാങ്ങ അരിയണ പോലെ തന്നെ ചെറിയ പീസുകളായിട്ട് അരിയുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ എത്ര കോവയ്ക്ക എടുക്കുന്നോ അതിനനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുക്കുക. പിന്നെ നല്ലെണ്ണയിൽ നമുക്ക് മൂപ്പിക്കാനൊക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ വിനാഗിരിയാണ്. വിനാഗിരി ഞാൻ സാധാരണ ഒരു അച്ചാറിന് ഞാൻ ചേർക്കാറില്ല, എനിക്കിഷ്ടമല്ല പൊതുവേ. പക്ഷേ ഇത് കോവയ്ക്ക ആയതുകൊണ്ട് നമുക്കൊരു പുളിപ്പും അതുപോലെ ചാറും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ പ്രതീക്ഷിക്കാതെ ഒരു അച്ചാർ പൊടി ഉണ്ട്, പിക്കിൾ പൗഡറുണ്ട്. ഇതും ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം മുളക് പൊടി, ഉലുവ, കായം ഇതൊക്കെ തന്നെയാണ് സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കടുക് എടുത്തിട്ടുണ്ട്. കടുക് നമ്മൾ പച്ചയ്ക്ക് തന്നെ എണ്ണ ഒഴിക്കാതെ തന്നെ ചൂടാക്കി പൊടിക്കണം. ഉലുവയും കായയും കൂടി നമുക്ക് ഈ അച്ചാർ പൊടി ചേർക്കുന്നുണ്ടെങ്കിലും കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ചില അച്ചാർ പൊടിയിലൊന്നും ഉലുവയുടെയും കായത്തിൻ്റെയൊന്നും മണമോ ടേസ്റ്റോ ഒന്നും അത്ര ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉലുവയും കായവും വേണമെങ്കിൽ കുറേശ്ശെ ആഡ് ചെയ്യാം. കൂടാതെ നമുക്ക് ഉപ്പും വേണം. അപ്പോൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനതിൽ കടുക് ഇടുന്നില്ല, കാരണം ഞാൻ കടുക് ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിടാം. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് നന്നായി ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക. അതുപോലെ തന്നെ കായം, ഉലുവയും വറുത്ത് പൊടിച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ടാൽ മതി. നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കടുക് പൊടിച്ചതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോവയ്ക്ക് ഞാൻ കുറച്ച് നേരം ഒരു ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. നമുക്ക് പോരാത്ത ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്കൊരു 3 സ്പൂണ് അച്ചാർ പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു പച്ചപ്പ് മാറുന്ന വരെ നമുക്ക് ഇളക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കടുക് വറുത്ത് പൊടിച്ചതും കൂടി ആഡ് ചെയ്യാം. പൊടി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. 300 ml ബോട്ടിലിലെ വിനാഗിരി ആയിരുന്നു. അതിൽ ഞാൻ ആ ബോട്ടിൽ ഹാഫാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഗ്രേവിയും അതുപോലെ തന്നെ വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നന്നായി തിളച്ചൊന്ന് സെറ്റാവണം. സെറ്റായ ശേഷം നമുക്ക് ഓഫാക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കോവയ്ക്ക ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് ഒന്ന് തിളച്ച ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇതിന് ശേഷം മാത്രമേ നമുക്ക് കോവയ്ക്ക ഇടാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് നാറവും കൂടി വേണം, അല്ലെങ്കിൽ കോവയ്ക്ക വെന്ത് പോകും. കോവയ്ക്ക വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. കോവയ്ക്ക വേവാത്ത ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നാലാണ് നമ്മൾ മാങ്ങയൊക്കെ കടിക്കുന്ന പോലെ കടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഗ്രേവി ആറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ അന്ന് റിസോർട്ടിൽ നിന്ന് കൂട്ടിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. ഇനി കോവയ്ക്കയുടെ ഒരു വെള്ളം കൂടി ഉണ്ടല്ലോ, അതും കൂടി ഇതിൽ ഇറങ്ങുമ്പോഴത്തേനും കറക്റ്റ് ഗ്രേവി ആവും. നമുക്കൊന്ന് ഒത്തിരി ചാറ് തൊട്ട് കൂട്ടാനും അതുപോലെ തന്നെ ഉപ്പും ഈ ചെറിയ വിനാഗിരിയുടെ പുളി എല്ലാം കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ കോവയ്ക്ക് ഇഷ്ടം പോലെയുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് കോവയ്ക്ക ഉണങ്ങി വയ്ക്കാം, കുറച്ച് നമുക്കിതുപോലെ അച്ചാറാക്കി വയ്ക്കാം. അതേപോലെ തന്നെ കറിക്കൊക്കെ ആണെങ്കിലും എടുക്കാം. അപ്പം നമ്മുടെ കോവയ്ക്ക അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഒരു ദിവസം കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ട. അപ്പോൾ പിന്നെ ഇങ്ങനെ അച്ചാറൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കഞ്ഞിക്കൊക്കെ ആയിട്ടെടുത്താണെങ്കിലും കൂട്ടുകയും ചെയ്യാം. ഓക്കെ.